ഹലോ ഗായ്സ്, ഞാനൊരു ഈസി അർബൻ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഞാനൊരു ചായപാത്രത്തിൽ ഒരു വട്ടം പാൽ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ചൂടാക്കാൻ ഞാൻ വെച്ചു കേട്ടോ. പിന്നെ അതിനുശേഷം ഞാൻ 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ അളവിനനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കസ്റ്റർഡ് പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കസ്റ്റർഡ് പൗഡറിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് അത് മിക്സ് ആക്കിയിട്ട് ചൂടാകുന്ന പാലിലേക്ക് അതൊഴിച്ചിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു മഞ്ഞ കളറായിട്ട് വരും കേട്ടോ, ലൈറ്റ് മഞ്ഞ. അതിനുശേഷം ചൂടായതിന് ശേഷം ഒരു പാട്ടയിലേക്ക് ഒഴിച്ചിട്ട് അത് ഞാൻ പൊത്തി വെക്കുന്നുണ്ട്. നന്നായി തണഞ്ഞതിന് ശേഷം ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് ഞാനൊരു 4-5 ടീസ്പൂൺ അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ കുത്തിയിലേക്ക്. അതിനുശേഷം ഞാനൊരു 4 ബ്രെഡ് എടുത്തിട്ട് 4 ഭാഗത്തിൽ ബ്രൗൺ സൈഡൊക്കെ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് വളരെ ഈസിയും ടേസ്റ്റിയുമായ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ 4 ബ്രൗൺ ഈ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം അപ്പുറം ഇപ്പുറമായിട്ട് ഡിപ്പ് ചെയ്യാം കേട്ടോ. ആ ഡിപ്പ് ചെയ്തിട്ട് അതങ്ങനെ മസാല പോലെ അത് പിടിക്കണം, എന്നാലേ നമുക്ക് ആ ടേസ്റ്റ് കിട്ടും. അതിനുശേഷം അതിലേക്ക് പിന്നെയും കുറച്ച് നല്ലോണം ഇട്ട് കൊടുക്കാം. അതിന് ഞാൻ 4 ലെയറായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. 4 ലെയർ മതി, അതാണ് ടേസ്റ്റി. അപ്പോൾ നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ. ഇനി അതിൽ കൂടുതൽ ലെയർ എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കാം. 2 കൊട്ടപ്പാലെങ്കിൽ നല്ലോണം ലെയർ എടുക്കാം. കുറച്ച് വലിയ ബൗളിൽ ഇത് 1 കൊട്ടപ്പാലായി കൊണ്ടുവരണം കേട്ടോ. ഞാൻ 4 ലെയർ എടുക്കുന്നത്. അത് ഫുള്ളും 4ാമത്തെ ലെയർ ഞാൻ ഫുള്ളാക്കിയതിന് ശേഷം ഫുൾ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം അത് കഴിച്ചു കേട്ടോ. വേണമെങ്കിൽ കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ബൈ.